ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാഷാ അല്ലാഹ്, നമ്മൾ ഈ ഒരു നോമ്പിന് എല്ലാവരും മുന്നിൽ ഒരുപാട് വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വന്നിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും പറ്റാണ്ട് എല്ലാവരും ഉദ്ദേശിച്ച രീതിയിൽ എല്ലാവർക്കും എന്തെങ്കിലും ആഗ്രഹം വ്ളോഗ് ഡി പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടിക്കലിന് എല്ലാവരും പണി, എല്ലാവരും ഹോബി. ഫെബ്രുവരിയിലൊക്കെ ഇങ്ങോട്ട് കുത്തി നോപ്പിച്ചിട്ട് എൻ്റെ എല്ലാ പോസ്റ്റിൻ്റെ അടിയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പരിപാടിൻ്റെ കോളേജിൻ്റെ പോസ്റ്റിൻ്റെ അടി വന്നിട്ട് ഓനോട് വ്ളോഗ് ഇടാൻ പറയുന്ന പറഞ്ഞിട്ട് കോളേജുകാർ ബ്രോ എന്താ വ്ളോഗ് ഇടാൻ പറയുന്ന റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു അതൊന്നല്ല, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്നെ കുത്തി നോവിച്ച് എല്ലാവർക്കും വേണ്ടി മാർച്ചിൽ ഇപ്പോൾ ഞാൻ ചെയ്ത് കൂട്ടിയ വ്ളോഗ് കൊണ്ട് ഇപ്പോഴും ആൾക്കാർ അവിടെ എത്തിയിട്ടില്ല, എത്തുന്നുള്ളൂ, കണ്ടു തീരില്ല. ഇപ്പൊ കുടുങ്ങി. ഇപ്പൊ വ്ളോഗ് ഇട്ടിട്ട് അതായത് ഞാൻ വിചാരിച്ചൊരു ഇതായി ഞാൻ ഒഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് പകരം വീട്ടണം ഇതിനൊക്കെയാണ് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ പകരം വീട്ടി ഒരു 55 വ്ളോഗും ഒരു 100 ഷോർട്സും ആണ് നമ്മൾ ഈ മാസം അപ്ലോഡ് ചെയ്തത്. അതന്നെ ഒരുപാട് ഒരു 10-20 വ്ളോഗിന്റെ കണ്ടന്റ് ഇവിടുന്ന് മിസ്സായി ചെയ്തിരുന്നു. നീക്കാദ്യം ഉറങ്ങിക്കാണ്ടും ക്ഷീണിച്ചു കാണ്ടും നോമ്പാണ്, ക്ഷീണം കുടുങ്ങി ചില ദിവസം മടി പിടിച്ചെടുക്കാതിരുന്ന ദിവസങ്ങളുണ്ട്. ഉണ്ടാക്കാൻ വിചാരിച്ച് പാളിപ്പോ ഡിഷുകളുണ്ട്, ഡിലീറ്റ് ആക്കിയ പെൽച്ച വ്ളോഗുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ തൂങ്ങിയിരുന്ന വ്ളോഗ്സ് 2-3 നമ്മൾ ഒഴിവാക്കിയതുണ്ട്. പക്ഷെ എന്നാലും എനിക്കൊന്നും പറ്റണ പോലെ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു മാസം ഞങ്ങൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്താണ് ഇപ്പച്ചിക്ക് പറയാനുള്ളത്? എന്തിനെ പറ്റിയിട്ടാ പറയണ്ടേ? അതായത് ഇവരെല്ലാരും കൈമേ മറന്ന് 200 മില്യൺ ആണ് വ്യൂസ്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടോ. ഈ മാസത്തെ മൊത്തം വ്യൂസ് ഞാൻ പറഞ്ഞതാ 196 മില്യൺ വ്യൂസ് ആയി. ഈ മാസം 196 മില്യൺ ആൾക്കാരാണ് നമ്മളെ കണ്ടന്റ് കണ്ടത്. മാസം ഫുൾ ആയിട്ടില്ല, തുടങ്ങിയത് 2 ദിവസത്തിന് ശേഷമാണ്. ഇപ്പോഴും 3 ദിവസം നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ ഈ 200 മില്യൺ ആൾക്കാരോട് എന്താണ് ഇപ്പച്ചിക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പിന്നെ നിങ്ങൾക്കുള്ള സപ്പോർട്ട് അത് വലിയൊരു കാര്യമാണ്. ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും പിന്തുണ എന്നുള്ളത്. ആ പിന്തുണയാണ്, സപ്പോർട്ടുമാണ്, ആ അൺകണ്ടീഷണൽ ലവ്, അത് പിന്നില്ലാത്ത ആ സ്നേഹം, അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിൽ പ്രേക്ഷകരെന്ത് ചെയ്യുന്നു? നമ്മുടെ കൂടെ നിന്നു, ഒപ്പം നിന്നു. ഈ ഫീൽഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും, അസൂയുള്ള ആൾക്കാരുണ്ടാവും, കുയിന്തുള്ള ആൾക്കാരുണ്ടാവും. വമൻശരി ഹാസിദിന് ഇതാ ഹാസൻ എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള പലതുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം പിന്നെ കിട്ടിയിട്ട് നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മോട് ഇഷ്ടം പുലർത്തുന്ന ആളുകളായിട്ട് ഇത് തുടർന്ന് പോകാൻ പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് മേലിലും ഉണ്ടാവാൻ എല്ലാ രംഗത്തും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇപ്പച്ചിന്റെ കഴിഞ്ഞു. ഉമ്മച്ചിക്ക്, അതായത് ഉമ്മച്ചിക്ക് ഞങ്ങൾ തരുന്ന അവാർഡ് എന്താ വെച്ചാൽ മം ഓഫ് ദ ഇയർ അവാർഡാണ്. അപ്പൊ മം ഓഫ് ദ മന്ത് ഇനിയിപ്പോ ഇയർ കിട്ടിയില്ലെങ്കിലും ഈ മാസത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉമ്മച്ചി എല്ലാം ഉമ്മച്ചി തന്നെയാണ്. എന്നാലും അപ്പൊ എന്താ വെച്ചാൽ ഉമ്മച്ചി സത്യം പറയാലോ, രാവിലെയും വൈകുന്നേരം മിനിമം 8 മുതൽ 16-20 വരെയുള്ള ആൾക്കാരെയാണ്. പുതിയ താമ്പാട്ടോ പെലച്ചക്ക് ഒരു 10-12 ആള്. കാരണം ഉണ്ടല്ല, ഈ വീട്ടില് മക്കളെ വേറെ പെൺകുട്ടികളില്ല. 10-12 ആൺകുട്ടികൾക്ക് രാവിലെ ഭക്ഷണം, അതും സാധാ ഭക്ഷണമല്ല, ചിക്കന് മറ്റേ എയർ ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് എയർ ഫ്രൈ, തവ പൊരിച്ചു കൊടുക്കേണ്ടവർക്ക് തവ, കറി വെച്ച് നമ്മൾ നോമ്പോർക്ക് പോയപ്പോ അവിടെ നെയിം ബോർഡ് ഉണ്ട് ഓരോന്നിന്റെയും ഇങ്ങനെ മറ്റേ ചിക്കന് ഐറ്റം അത് ആ എഴുതി വെക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സംഗതി ഇവിടെ ഉണ്ട്. സമൂസയൊന്നും ഇല്ലാതെയൊക്കെ തുറക്കാൻ പഠിച്ചു. ലാസ്റ്റ് ഞങ്ങൾ ലളിതമായി ബാങ്ക് അക്കൗണ്ട് ലാസ്റ്റ് ലളിതമായി വന്നപ്പോ ഞങ്ങളും ലളിതമായി. അപ്പം ഇമ്മച്ചി എന്താ വെച്ചാൽ ആ ഇമ്മച്ചി എടുത്ത റിസ്ക് ചില്ലറ റിസ്ക് അല്ല. എല്ലാരും ഇമ്മച്ചിക്ക് കമന്റ് ബോക്സിൽ ഇമ്മച്ചി പറഞ്ഞ കയ്യടികൾ ഇങ്ങനെ ടക്ക് 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 പറഞ്ഞ കയ്യടികൾ കൊടുക്കുക. അപ്പൊ ഇതൊന്നും ക്രെഡിറ്റ്സിന് വേണ്ടി ചെയ്യണമല്ല, ഞങ്ങള് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്ത് പോരണേ. ഞങ്ങള് ഫാമിലി ഇങ്ങനെ പാരമ്പര്യമായിട്ട് കുക്കറെ കൊണ്ടുവരാം. അപ്പൊ കുക്കർ ഇമ്മച്ചി ആകെ പറഞ്ഞത് ഈ മാസം കഴിയുമ്പോൾ വലിയൊരു കുക്കർ വാങ്ങിത്തരാം. കാരണം 2 കുക്കറിൽ വെക്കേണ്ടി വരാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ വലിയൊരു കുക്കർ കൊടുത്താൽ ഒരു മന്തി മധുത്തൊക്കെ ഒറ്റൊന്നിലെ ദമ്മിടാതാണ് പറഞ്ഞത്. അപ്പം ഇമ്മച്ചി ഈ മാസം എങ്ങനെ ഉണ്ടായിനി? ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടിച്ചോ? കാരണം എന്താ പറയുക, ഞങ്ങൾ ഒരു വിധത്തിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഇമ്മച്ചിന്റെ കുഞ്ഞു ഫ്രീഡങ്ങളാണ്. കാരണം ഇമ്മച്ചി ഇതിലെ ഞങ്ങൾ 3 ആളല്ലോ, തട്ടടാതെ അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും. വീഡിയോ വരുമ്പോൾ ഇമ്മച്ചി തലേ മാന്തും, തട്ടണ്ട് വലിച്ചിട്ട് എന്ത് കെട്ടും ഇമ്മച്ചി. അപ്പം അത് ആ വീഡിയോന്റെ ഒരു സങ്കടം ഇമ്മച്ചിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇമ്മച്ചിനോട് പറഞ്ഞാണ് ഈ മാസം എനിക്ക് ആൾക്കാരുടെ നിന്ന് തെറിവിളി കേൾക്കാൻ വയ്യ, എനിക്ക് ആകെ ബ്ലോഗ് ഇടാൻ പറ്റുന്ന മാറ്റാണ്. ഇന്നായിട്ട് എത്ര കണ്ട് ഇമ്മച്ചിക്ക് സഹകരിക്കാൻ പറ്റും. അപ്പൊ 101% സഹകരിച്ച ആളാണ് ഇമ്മച്ചി. ഈച്ചു എന്താണ് പറയാനുള്ളത് കാണികളോട്?
ഞാൻ ഇപ്പം നേരത്തെ ബസ്സിലാക്കാൻ്റെ വ്ളോഗിലൊക്കെ പറഞ്ഞ മാതിരി നമ്മളൊക്കെ നിങ്ങൾ കണ്ടിരിക്കണ്ടല്ലോ വീഡിയോസ് അങ്ങനെ കണ്ടിരിക്കണ്ടല്ലോ ഇത്രയും നമ്മൾ എത്ര ഇടുന്ന വ്ളോഗാണെങ്കിലും. അപ്പോൾ പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ പഠിച്ചവനോടും ഇങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ എത്തിച്ചതിനും അതെ ഇങ്ങനെ ഇതില്ലേനല്ലോ പെട്ടെന്നാണ് നമ്മൾ യൂട്യൂബിൽ അതാണ് വലിയൊരു കിട്ടൽ. അതായത് നമുക്ക് നമുക്ക് യൂട്യൂബ് ഇല്ലേനി, നമ്മൾ കഴിഞ്ഞ കൊല്ലാണ് യൂട്യൂബിന്റെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഞാൻ മുമ്പ് 2 കൊല്ലം മുമ്പ് എന്റെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം, 2 കൊല്ലം മുമ്പ് ചാനൽ തുടങ്ങിയിട്ടില്ല, ഒരു ഷോർട്സോ എന്റെ പണ്ടത്തെ ഇന്റർവ്യൂലോ ഒരു ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ കണ്ടന്റ് തുടങ്ങി കഴിഞ്ഞ കൊല്ലാണ്. അപ്പൊ ചുരുങ്ങി ഒരു കാലത്തിനുള്ളിൽ തന്നെ 17 ലക്ഷം ആൾക്കാരാണ് നമ്മളെ ചാനലിൽ ഉള്ളത്. അപ്പൊ എല്ലാവരോടും ഓരോ ഓഡിയൻസിനോടും താങ്ക്സ്. ബാസിൽ എന്താണ് പറയാനുള്ളത്? ഒരുപാട്, അതായത് ഭയങ്കര സന്തോഷം. അതായത് ഇപ്പൊ നമ്മൾ ഈ നോമ്പ് തുടങ്ങിയപ്പോ എത്ര ഇതിന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 14 ലക്ഷം, 14, ഇപ്പൊ 17 ആയി. അതായത് ഒരു മാസം കൊണ്ട് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു നോമ്പിന് മാത്രം കയറി. 2 ലക്ഷം എന്തായാലും കൂടാതെ 3 ആയി. അപ്പൊ ഇപ്പൊ പറഞ്ഞ അൺകണ്ടീഷണൽ ലവാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്നുണ്ടാണ്, ഞാൻ എപ്പോഴും പറയണതാണ്. ഇപ്പൊ ഞാൻ ഷോന്റെ കൂടെ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ പറയലുണ്ട്, എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ബാക്കിലൊക്കെ ഇങ്ങനെ പോയിക്കും. അപ്പൊ ആൾക്കാരെന്താ പറയണേ, അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു സന്തോഷമാണ്. അതിനാണ് നമ്മൾ ബാക്ക് പോയിക്കണം കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ എന്നോട് വന്നു ചോദിച്ചു എന്തെങ്കിലും ഇവിടെ നമുക്ക് ഇങ്ങനെ ബെല്ല ഇങ്ങനെ പോയി എന്താ പറയണൊക്കെ കേൾക്കുമ്പോ ഒരു അല്ല നമുക്ക് പറ്റാത്തണെങ്കിൽ നമുക്ക് തന്നെ കൂക്കും ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ പിന്നെ അതേമാതിരി ഞാൻ പറഞ്ഞ ഇമ്മച്ചിനെ, അതായത് പിന്നോട് ഇമ്മന്നെ ചോദിക്കും എവിടുന്ന തുറക്കണം വെച്ചാൽ ഞാൻ ഇവിടുന്ന് വരുമ്പോ ഇജ്ജ് വെറുതെ അതിനെ ഇടങ്ങാറാക്കാൻ ഇവിടുന്ന് തുറന്നാൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ലെങ്കിൽ വേറെ 10 ആൾക്കാരുണ്ട്, അതിക്ക് ഞാനൊരാളെ കൂടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇമ്മുന്നെ സന്തോഷമായത് ഇവന്റെ ഋഷിൻ വരാത്തിലൊരു വിഷമുണ്ട്. ഋഷിനാണ് 15 റൗണ്ട് ആയില്ല, 12 നിന്നൊന്നില്ലാണ്. പണ്ട് കാലത്തെ കുട്ടികളുടെ ഈ ഓർഫനേജ് ഉണ്ടാക്കിയിട്ട് അവിടെ ആക്കിയിട്ട് പിന്നെ ആരും പോയി നോക്കൂല. എന്നിട്ട് തിരിച്ചു വരെ കൊണ്ടുവരണമെങ്കിൽ ഇതിന് ആള് ചെല്ലണം, അല്ലെ അവർക്ക് വയ്യാറില്ല എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാരോട് വന്നിട്ട് പേരേക്ക് വയ്യാറില്ല പോകണ്ട. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട്, കാരണം എന്താ പറയാ, ഇതൊരിക്കലും ഒരു വൈൻഡപ്പ് അല്ല കേട്ടോ, പൂട്ടി പോവല്ല. ഞങ്ങൾ പോവാണല്ലോ, ചാരി വെക്കണുള്ളൂ, കുറ്റി പറയും. അപ്പം ഈ ഒരു മാസത്തെ ഒത്തൊരുമനും കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ സൽമാൻ എന്താണ് പറയുന്നത്? എനിക്ക് പ്രേക്ഷകർക്ക് സല്യൂട്ട്. ഈ മാസം ഫുള്ള് ഞാൻ ഫസ്റ്റ് വ്ളോഗ് ഇട്ട് പെൽച്ചക്ക് വ്ളോഗ് ഇട്ട എന്നെ വിളിച്ചു നോക്കാം, പെൽച്ച വ്ളോഗ് ഇട്ടിക്കണേ എന്നാ വരണേ. 1-ാം നോമ്പിന് ഉള്ളി തുടങ്ങിയതാണ്. 1-ാം നോമ്പിന് വന്ന് ഞാൻ വന്നൊരു 2-3 ദിവസം നിന്നിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നടന്നില്ല. പേരന്റെ മുന്നിക്കൂടെ 2 വട്ടം മുന്നിക്കൂടെ പോയി അവിടെ നേരെ അതേപോലെ എടുത്ത് ഇങ്ങോട്ട് കൊടുന്ന്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം മാത്രം. ഇനി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ഈ വരും ദിവസങ്ങളിലൊക്കെ ഇപ്പൊ കണ്ട പോലെ ഇപ്പൊ തന്ന സപ്പോർട്ട് ഫുള്ള് അതേപോലെ. കുതിര വിട്ടിട്ടില്ല, എന്നാലും നമ്മൾക്ക് വെക്കണോടത്ത് നോമ്പ് കഴിഞ്ഞിട്ട് ഒരൊറ്റ പടക്കം പൊടിച്ചിട്ടില്ല. റമദാൻ മാസത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ആ മാസത്തിൻ്റെതായ പവിത്രത ഉണ്ട്, ആ റെസ്പെക്ട് കൊടുത്തിട്ട് കുറെ ആൾക്കാർ പടക്കം പൊടിച്ചു, നമ്മൾ പൊടിച്ചിട്ടില്ല. അപ്പം ആ റെസ്പെക്ട് ആ മാസത്തിന് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പലരുടെയും കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്, പലരുടെയും കല്യാണങ്ങൾ വരുന്നുണ്ട്. അല്ല പറയാ പലരുടെയും കല്യാണങ്ങൾ കുറെ വരാണ്ട്. അപ്പൊ നിയാൽ മിനി ബോയ്സ് ഹോസ്റ്റൽ എന്താ പറയാനുള്ളത്? നിയാൽ അടിപൊളിയായിരുന്നു. ജേണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഇവിടെ വന്നതിന് ശേഷം ഇപ്പത്തെ ഒരു മാറ്റങ്ങള് അങ്ങനെ പറയുമ്പോ എല്ലാരും ബ്ലാക്ക് അപ്പൊ ഇവിടെ വരുമ്പോ എങ്ങനെയാണ് എന്റെ മനസ്സിലുള്ള ഫീല്, പിന്നെ ഇവിടുന്ന് എനിക്ക് അനുഭവിച്ച് കിട്ടിയ സ്നേഹത്തിന്റെ ഒരു ഇതൊന്നും പറയും. മച്ചാണ് ഫേവറേറ്റ് പേഴ്സൺ. അപ്പോ ആകെ ഇടങ്ങാറായില്ലെന്ന് പറയുന്നത് സത്യമായിട്ടും. അല്ല, ഇവിടെ വരുന്ന വരെ യൂട്യൂബ് തുടങ്ങണതിനെ കുറിച്ച് ചിന്തിച്ചിനോ? എന്റെ കാര്യമാണോ? അത് എനിക്ക് യൂട്യൂബ് എന്നുള്ള മൈൻഡ് ഉണ്ടല്ല. ഞാൻ യൂട്യൂബ് തീരെ നോക്കലില്ല. ഞാൻ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമാണ് നോക്കല്. പിന്നെ അനു ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ബാസിൽക്കായാലും എല്ലാവരും പറഞ്ഞ പോലെ അനു പറഞ്ഞോണ്ടാണ് ഇപ്പൊ യൂട്യൂബ് തുടങ്ങാറ്. അപ്പൊ ഈ മാസം തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും സപ്പോർട്ട് ഇടുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അനുവിന്റെ വ്ളോഗ് ആണെങ്കിലും അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമുക്കറിയാം. അങ്ങനൊന്നുമില്ല അല്ല, എന്നാലും അനുവിന്റെ പ്രേക്ഷകരാണ് അതെന്ന് എനിക്കറിയാം.
അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമ്മളൊക്കെ യൂട്യൂബിന്റെ ഹെഡ് മാസ്റ്ററാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഈ യൂട്യൂബ് അക്കാഡമിയിലെ പ്രിൻസിപ്പളാണ്. അത് ഞാൻ സൽമാനോട് ഇവരോട് ഇടക്ക് പറയും. അതായത് ഞാനൊരു യൂട്യൂബ് കോളേജ് തുടങ്ങുകയാണ്. എന്നിട്ട് അവിടെ എന്റെ കോഴ്സുകൾ ഒരു മാസം കൊണ്ട് എങ്ങനെ 1 ലക്ഷം ആക്കാം, ഒരു മാസം കൊണ്ട് എങ്ങനെ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലെത്താം, ഷോർട്സുകൾ എങ്ങനെ ജീവിതത്തിനെ ബാധിക്കുന്നു, നീളം കൂടിയുള്ള വ്ളോഗുകൾ കാണികൾക്ക് ഇഷ്ടപ്പെടുമോ. നമ്മള് 2.5 മണിക്കൂറിന്റെ വ്ളോഗ് എത്ര വ്യൂസ് ആയി? അത് 11 ലക്ഷം. 11 ലക്ഷം. ഒരു കാര്യം ഞാൻ സമ്മതിച്ചേട്ടാ, 2.5 മണിക്കൂർ, അതായത് ഒരു ലൂസിഫറിന്റെ ടൈമിൽ നമ്മൾ വ്ളോഗ് ഇട്ട് പോയപ്പോൾ ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കുന്നില്ല എത്ര ആൾക്കാർ ഇത് ഇരുന്ന് കാണുന്നുട്ടാ. ഇന്നോട് കാണുന്നല്ലോ റോട്ടുമക്കത്ത് കാണുമല്ലോ ആ 2.5 മണിക്കൂർ നമ്മൾ കണ്ടു. തൻവീർ രാവിലെ ഫസ്റ്റ് വന്നിട്ട് എന്താ പറഞ്ഞറിയോ, മുത്തേ 2.5 മണിക്കൂറിന്റെ വ്ളോഗ് അത് ഇരുന്ന് കണ്ട് ടൈം പോയതറിയില്ല. അപ്പൊ ഞങ്ങൾ ഒരു ഡൗട്ടോടെ ഞാൻ ജിമ്മിട്ട്. പക്ഷെ ഞാൻ ജിമ്മിനോട് പറഞ്ഞു ഇത് എനിക്കൊരു അസറ്റാണ്, കാരണം എനിക്ക് ഇനി ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങാൻ പറ്റുമോ, ഇത്രയും ആൾക്കാർക്ക് എനിക്കൊരു വണ്ടി ഷോ ചെയ്ത് എനിക്ക് പോലെ സർപ്രൈസ് ആക്കാൻ പറ്റുമോ എനിക്ക് ഉറപ്പില്ല. ഇതിപ്പോ നടന്നു. ഇതൊരു കാലാകാലത്തിനുള്ള അസറ്റാണ്. ഭാവിയിൽ എനിക്ക് മക്കള് ഉണ്ടായി വരുമ്പോ എനിക്ക് കാണിച്ചു കൊടുക്കാം, വാപ്പ അന്നൊരു സർപ്രൈസ് കൊടുക്കാം. അതിനൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ, അതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ, കാരണം എടുത്തു വെക്കാം, ഒരു ഗ്രാഫ് പോലെ എടുത്തു വെച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കാം, അത് അന്ന് വാപ്പ കൊടുത്ത സർപ്രൈസ് ആണ് മക്കളെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പം അതിനു വേണ്ടി ഞാൻ എടുത്ത ഒരു അസറ്റാണ് ആ വ്ളോഗ് ഇട്ട, കാലാകാലം കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇനി എനിക്കൊന്നും പറയാലോ. പറയണ്ട് ഈ 55 വ്ളോഗിന്റെ പിന്നിലെ OG ക്യാമറമാൻ, OG വീഡിയോഗ്രാഫർ ഓഫ് ദ ഹൗസ്, ദ മാൻ, ദ മിത്ത്, ദ ലെജൻഡ്. കയ്യടി 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 കയ്യടി. പോണത് നോമ്പ് 1 വന്ന ആളാട്ടോ ഇവിടെ. നോമ്പ് ഇന്നെത്രായി? 28. കാരണം ഞാൻ ഇപ്പൊ 2 കൂട്ടുണ്ട്, ദുബായത്തെയും കൂട്ടുണ്ട്, ഇവിടുത്തെയും കൂട്ടുണ്ട്. അപ്പം കണക്ക് തെറ്റി. പറയും എന്താ പറയാ, എന്താണ് നമ്മളെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇന്ന് പറയലുണ്ടല്ലോ എന്നും രാത്രി അത് ഇത്രയില്ല ഇത് അത്ര പറയും. അല്ല അത് അവിടെ പെരുന്നാള് ബിസി അല്ല, ഇത് കൊറേ നേരം ആരോ വിളിച്ചിട്ടുണ്ട്. ഇത് പറയും, ഇത് നമുക്ക് തിരിച്ചു വിളിച്ചാ എന്താ വളരെയധികം സന്തോഷം. കഴിഞ്ഞ നോമ്പിനും ഇതേപോലത്തെ, കഴിഞ്ഞ നോമ്പിന് നമ്മള് പ്ലാനിങ്ങും കാര്യമൊന്നും ഇല്ല, എടുത്തപ്പോ അങ്ങനെ എടുത്തങ്ങനെ പോയി. നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, ജസ്റ്റ് നമ്മളൊരു ഫണ്ടിന് ചെയ്താണ്, വെറുതെ ചെയ്തതാണ്. കഴിഞ്ഞല്ലോ ഇപ്രാവശ്യം നമ്മളൊരു ഗോൾ വെച്ച് ചെയ്തതാണ്. അതായത് ഒരു ഗോൾ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ കുറെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിപാടി ഒന്നും എടുക്കരുത്, വേറെ ഷോസ് കാര്യങ്ങൾ ഒന്നാമത് റമദാൻ എടുക്കല്ല, വേറെ എന്തൊക്കെ പരിപാടി വന്നിക്കണേ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ മാസത്തിന് നിന്നിട്ടുള്ളത്. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ഈ മാസം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടാവും ഫണ്ട് നോക്കിയിട്ടാവും വ്ളോഗ് ചെയ്യുന്നുള്ള ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ജിമ്മിക്ക് വേറെ ആർക്കുമല്ല ജിമ്മിക്ക് അറിയാം, എനിക്ക് ഈ ചെയ്യണതിനെക്കാട്ടിലും പൈസ ഇപ്പോൾ ഇതിക്ക് ഓരോ പ്രൊമോഷന് ഈ മാസം നമ്മളെ പ്രൊമോഷൻസിന് മുട്ടി എത്ര ഉണ്ടല്ല, ഒരു ക്രിയേറ്ററിനെയും ഒരു സ്ഥലത്തുനിന്നും ഒരു കമ്പനി മുട്ടിയിട്ടുണ്ടാവില്ല അത്രയും പ്രൊമോഷൻ. അതായത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെക്കാട്ടിലും മിനിമം ഒരു 3 ഇരട്ടി പൈസ എനിക്ക് ഇതിൽ ഓരോ 5 മിനിറ്റ് ഇല്ല 30 സെക്കൻഡ് പ്രൊമോഷൻ വന്നിക്കണേ, 45 സെക്കൻഡ് പ്രൊമോഷൻ. ഈ പ്രൊമോഷൻസിന് നമുക്ക് ചാർജ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ മാസം ഉണ്ടാക്കണതിന്റെ 4 ഇരട്ടി പൈസയാണ്. ഇത്രയും പൈസ ഇതിൽ വന്നിട്ടും നമ്മൾ എന്തായാലും നിന്നിട്ടില്ല. ആ പ്രൊമോഷൻ എടുത്തിട്ട് ആൾക്കാരെ ഫെസിലീസ് ആക്കാന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ നിന്നിട്ടില്ല. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും സ്പെഷ്യൽ കൈയടി തരണട്ടോ. കാരണം അങ്ങനെ ചിന്തിക്കണവർക്ക് ചിലപ്പോൾ എങ്ങനെ ചിന്തിക്കാം, പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ, എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാതെ നമുക്ക് പരസ്യങ്ങൾ മാത്രം എടുത്ത് ഉണ്ടാക്കാൻ. അപ്പൊ പരസ്യങ്ങൾ അടക്കം എടുക്കാം. അപ്പൊ പരസ്യങ്ങളടക്കം എടുക്കാതെ ഈ മാസം എത്രയോ വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഇത് ഉണ്ടായിട്ട് മാർഗം ഉണ്ടായിട്ട് അത് വെട്ടി കുറച്ചിട്ട് വീഡിയോസിൽ മാത്രം ഒതുക്കിയേക്കാണ് നമ്മളെല്ലാവരും. അപ്പൊ അതും എനിക്ക് എടുത്ത് പറയണമെന്നുണ്ടായിട്ടാ. പിന്നെ എന്താ കാര്യമായിട്ടുള്ള ഉറക്കം പോയി, ഇപ്പം ആകെ തിരിഞ്ഞിക്കാണ്. രാവിലെ വരെ ഉറക്കല്ല. ഇന്നലെ ഉറങ്ങാത്ത 2 ആൾക്കാർ ഞങ്ങളെ ഈ മാസം അതൊക്കെ ഇനി അടുത്ത മാസം മുതൽ ഉറക്കം അതൊക്കെ റെഡിയാക്കി സെറ്റ് ആവണം. നോമ്പിന് ഉറങ്ങി തീർക്കാൻ തുടങ്ങിയപ്പോഴേ പരിപാടിക്ക് പോണേനെക്കാട്ടിലും പണിയായി. ഏത് പരിപാടിക്കാ പെൽച്ചടിക്കണ്ടേ, ഏത് പരിപാടിക്കാ രാത്രി മരുവിന്റെ അടുത്ത് വ്ളോഗ് എടുക്കണ്ടേ. അപ്പം അത് കുടുങ്ങിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ചുരുക്കി പറഞ്ഞാൽ പെട്ടു. അപ്പൊ എന്നാലും നമ്മൾ ഓരോരുത്തരും നമ്മള് ചുറ്റിപ്പറ്റി നിൽക്കണ എല്ലാരും ഹാപ്പിയാണ്. ഇന്റേതായാലും സൽമാന്റെ ആയാലും നിഹാലും ഈച്ചുവിന്റെ ചാനൽ ഈ മാസം 300K ആയി, നിഹാലിന്റെ ചാനൽ ഈ മാസം 200K ആയി. ഇൻസ്റ്റാഗ്രാം ID
200 300 അതിന്റെ ഒരു വലിയ കഥ എനിക്ക് പറയാൻ കേട്ടോ. ഞാൻ അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞപ്പോ അത് വേണോ, അത് ചിലപ്പം രണ്ടും കൂടി അതാവും ഇതാവും എന്ന് പറഞ്ഞ് നിന്നപ്പോ ഒരു അക്കൗണ്ട് തുടങ്ങിപ്പിച്ച് 3 ലക്ഷം ആക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റാൻഡേർഡിന് ബാധിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ 3 ലക്ഷം കൊണ്ട് തട്ടിമുട്ടി ആൾക്കാരെ കൊണ്ട് നടക്കാതൊക്കെ പറ്റാണ്. ജിമ്മിന്റെ അക്കൗണ്ട് എത്രയായി? എന്റേത് ഇൻസ്റ്റാഗ്രാം ഇപ്പൊ 192, മറ്റേത് ഏകദേശം ഇൻസ്റ്റ 200K ആയി, മറ്റേത് 1.40. ബാസിന്റെ ചാനലിൽ രണ്ടും ഒരേ ദിവസം 200 അടിച്ച്. ഇൻസ്റ്റാഗ്രാം 200 പിന്നെ യൂട്യൂബ് രണ്ടും ഒരേ ദിവസം ആയത്. 4 ദിവസം മുന്നേ വിളിച്ചോർന്നു. രണ്ടും ഒരേ ദിവസം വലിയ ഉയരങ്ങളിലേക്ക് പോയി. സൽമാന്റെ ചാനൽ എത്രയായി? 130K സബ്ബായി. ഇൻസ്റ്റഗ്രാം 50K പ്ലസ് ആയി. അപ്പം എല്ലാവർക്കും അൽഹംദുലില്ലാ നല്ല വ്ളോഗ്സ് വരുന്നതാണ്. ഇതൊരു അടിയാവുമല്ലോ, നമുക്ക് അടിയാവും. ഫയാസിന്റെ നമ്പർ ക്യാമറമാനൊക്കെ ശമ്പളം കൊടുത്തിട്ട് അപ്പം ഉമ്മച്ചി ചാനൽ തുടങ്ങിയാൽ ഞങ്ങളൊക്കെ പൂട്ടി പോകുന്നതാവും നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളെ താങ്ക്സ് ഗിവിംഗ് സെഷൻ. എല്ലാവരോടും താങ്ക്സ് പറയാണ് A to Z. പിന്നെ ഈ മാസം ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ ആടിന് അതായത് പല ആൾക്കാരും പല ബോണ്ടുകളും പറയുന്നുണ്ട്. നിഹാൽക്ക സൽമാൻ ബോണ്ട്, ഈച്ചു അഫി ബോണ്ട്, ബാസിൽക്ക ഹനാൻ ബോണ്ട്, KP തൻവീർ ബോണ്ട്, അജ്വദ് ബാംഗ്ലൂർ ബോണ്ട്, അജ്വദ് ബാംഗ്ലൂർ ബോണ്ട്. അപ്പൊ ഈ ബോണ്ടുകൾക്കിടയിൽ കാണികൾ മറന്നുപോയ ഒരു ബോണ്ട് ഉണ്ട്, ബോണ്ട്. ആ ബോണ്ടാണ് മക്കളെ ബോണ്ട്. അതായത് ഈ പ്രായത്തിലും ഓരെങ്ങട്ടേലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഓരോ ടീമായ യൂണിക്കോണും ഇങ്ങനെ വരും, ഫാഷൻ പ്ലസും ഇങ്ങനെ വരും ഇറങ്ങണം. രണ്ടാളും ഒരേ വെള്ളം കിട്ടി. ഞാൻ 10:30 മണിക്കുണ്ട് ഇവിടെ. അപ്പൊ എവിടെയാണോ ചോദിച്ചു എന്നോട് ഇവിടെ ഉണ്ട്. നിങ്ങള് ചെറുപ്പം മുതലേ അപ്പൊ എന്താ അറിയോ, പള്ളിക്കല് തസ്ബീസ്കാരുണ്ട്. കീറ് കെട്ടിയാ പിന്നെ 15 വട്ട തസ്ബിയൽ, റുക്കൂക്കായാലും 15 ചെല്ലണം. അപ്പൊ മൂലയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണം വരും, നിങ്ങൾ കഞ്ഞി കുടിച്ചു പോന്നോളി. കുട്ടിയൊക്കെ എന്താക്കി കഞ്ഞിയിൽ ഒതുക്കില്ല, ബ്രോസ്റ്റന് തിന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി എന്നിട്ട് വിളിച്ചോ? ചെറുപ്പം മുതലേ അമേരിക്ക അപ്പം OG ബോണ്ട്, ഡയമണ്ട് കല്ലുള്ള ബോണ്ടാണ് ഈ ബോണ്ട്. OG ബോണ്ടാണ്. അപ്പൊ ശംസുഖാനോടും കോയക്കുട്ടിയാക്കാനോടും ഒരു താങ്ക്സ്. നമ്മളെ A to Z എല്ലാ കാര്യത്തിലും ഇപ്പൊ ആടിനെ വാങ്ങാൻ, ആടിനെ തിന്നാന്, ആടിനെ തൊലി അരിച്ചാൻ, ആടിനെ അറക്കാന്, വെക്കാന് A to Z കാര്യത്തിന് ബെൽ ഇല്ലെങ്കിൽ അത് നടക്കൂല. എന്നിട്ട് അപ്പൊ ബെൽക്കും ഒരു ബിഗ് താങ്ക്സ്. ഈ മാസം എല്ലാവരും കമന്റ് ചെയ്യുക. ശംസുഖാക്ക കോയക്കുട്ടിയൊക്കെയാണ് ഈ ബ്ലോഗിനൊക്കെ പിടിച്ചു നിർത്തിയത്. സാധനങ്ങൾ ബത്തക്കം അങ്ങോട്ട് എത്തിച്ചിട്ടും സാധനങ്ങൾ അങ്ങോട്ടാക്കിയിട്ടും ഇങ്ങോട്ടാക്കിയിട്ടും പിടിച്ചെടുത്തത്. അപ്പൊ ഒരു ബിഗ് താങ്ക്സ് ശംസുഖാക്കാൻ കോയക്കുട്ടിയൊക്കെ. ഓക്കെ, അപ്പം ബാക്കി പാക്കിങ് കാര്യങ്ങളിലൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, ഒരു മാസത്തെ ജേണിക്ക് ശേഷം, ഒരു മാസത്തെ അതായത് അൺസ്റ്റോപ്പബിൾ ജേണി തന്നെ നമുക്ക് പറയാം. എന്താ പറയാൻ പറ്റുക, ഓരോ ദിവസം 3-4 വ്ളോഗ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് ടു ഡു, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ടു ഡു. അതായത് നമ്മളെന്താ വെച്ചാൽ കണ്ടന്റ് എഴുതി വെച്ചിട്ട് ഒരു ദിവസം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നാളെ രാവിലെ ആകുമ്പോൾ പോയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണ വ്ളോഗല്ല അത്. ക്യാമറ ഓൺ ആക്കിയിട്ട് എന്താണോ സ്ക്രീനിൽ വരുന്നത് അതാണ് ഈ വ്ളോഗ്. അപ്പം റിസ്ക് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ്. കാരണം നിങ്ങളെ ചിരിപ്പിച്ച് നിർത്തി, അതായത് നമുക്ക് ക്യാമറ ഓൺ ആക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇതിൽ ചിരിക്കാനുള്ള വക ഉണ്ടോ. പിന്നെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആയി രസത്തിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു നമ്മളെ വ്ളോഗുമായി ഒരു മാസം സഹകരിച്ച അഫി, എല്ലാവിധ ആശംസകളും. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സാധനങ്ങളൊക്കെ കൊടുത്തുള്ള സെഷനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ അതിനിപ്പോൾ ആ സെഷൻ ആക്കാതെ എല്ലാവരും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ സംഖ്യ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഞാൻ ആ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ കൈയോടെ കൊടുക്കാമെന്നൊക്കെ കരുതിനി. ഒരു ബോർഡൊക്കെ അടിച്ച് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അത് ഫുള്ള് പോകാൻ പാക്ക് ചെയ്ത് വെച്ചാട്ടോ. മണി ഇൻ ദ ബാങ്കാണേ, മണി ഇൻ ദ ബാങ്കിലിടും. ഇൻ ദ ബാങ്ക് എല്ലാവർക്കും ഇടും. ഇങ്ങക്കുള്ളത് എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും കൊടുത്തു. അത് ഞാൻ അയച്ചു തരും.
അപ്പം ഉമ്മച്ചി എനിക്ക് ഇപ്പച്ചി, അതായത് വ്ളോഗുമായി സഹകരണ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ സമ്മാനങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് മടങ്ങുന്നത്. സമ്മാനങ്ങൾ കിട്ടാത്തത് എനിക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും ഇല്ല, കിട്ടിയിട്ടില്ല, കിട്ടും, തരും, കിട്ടും. ആ അപ്പം അഫിന്റെ കൂട്ടുകാർ നമ്മളുമായി സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടാ. കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവരും കണ്ടു കാണും. കിട്ടിയില്ലടാ സൗദേ? ആ അവിടെ കയാലിന്ന് ഉമ്മച്ചിക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ റോസ് ഇടിക്കേ, എനിക്ക് റോസ് ഇഷ്ടപ്പെട്ടത്. സൗദേ ഏയ് ആരും കാണൂല. എവിടെ? അല്ല, ഞാൻ ഇതിന്റെ കവറിലാക്കി ചെയ്യണല്ലോ. ഞാൻ ഇട്ട ചുരിദാറാണ് അതാ. അപ്പൊ ഉമ്മച്ചിക്ക് കയാലിന്ന് ഉമ്മച്ചിക്ക് ഇങ്ങനത്തെ ഒരു ലൈറ്റ് ക്ലോത്തിലൊരു സാധനം വേണം പറഞ്ഞിട്ടാ. നല്ല സോഫ്റ്റ് ക്ലോത്തില് ഇതാ ഉമ്മച്ചിക്ക് ഒരു സൂപ്പർ ഡ്രസ്സിന്റെ പാന്റിന്റെ അടിയിൽ ഒരു എംബ്രോയിഡറിക്ക് വരുന്ന സാധനം ചെയ്ത് കൊടുത്തിട്ടാ. നല്ല രസമുള്ള ഒരു റോസ്, ഉമ്മച്ചിക്ക് ഇല്ലാത്ത കളറാണ്. കോട്ടൺ ഷോൾ തന്നെ ചെയ്തു തന്നു. അപ്പൊ കോട്ടൺ ഷോള്, കോട്ടൺ ട്രൗസർ, കോട്ടൺ ചുരിദാർ, കോട്ടണേഷ് ഉമ്മച്ചി. അപ്പം അഫി എന്താണ് പറയാനുള്ളത്? ഹൗ വാസ് ദ ജേർണി? ബാക്കിൽ ഇരിക്കുന്ന നോമ്പില്ലാന്ന് പറയുന്നത് അത് KP കൃഷ്ണപ്രസാദാണ് കേട്ടോ. ഓൻ തിന്നല്ലേ. ആ നിങ്ങളെല്ലാവരും കമന്റ് ഇട്ട് ബാക്കിലുള്ള ആൾക്ക് നോമ്പില്ല കമന്റ് ഇടാ. കൃഷ്ണപ്രസാദാണ് ബാക്കിൽ ഇരിക്കുന്നത്. ആ ജേർണി വാസ് വണ്ടർഫുൾ. ഓരോ ദിവസം സുബൈക്ക് താങ്ക്സ് പറയാനുള്ളത്. ഇന്ന് രാവിലെ നമ്മള് സുബൈക്ക് ഒരു കൊട്ടി വിളിച്ചിട്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു എന്നോട് 6 മണിക്ക് വിളിക്കാൻ, 5 മണിക്ക് വിളിക്കല്ലേ, എന്നൊരു 6 മണിക്ക് വിളിക്കാം. ഞാൻ 6 മണിക്കാക്കാം. അപ്പൊ എന്നിട്ട് ഞാൻ 6 മണിക്ക് വിളിക്കുക, 6 മണിക്ക് വിളിക്കാനാണ് അങ്ങനെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് ഞാനും നീച്ചില്ല, ഞാൻ അലാറം വെച്ചിട്ടില്ല. അലാറം വെച്ചിട്ട് 8:30 8:45 വരുന്നേ. ഇല്ല, ഒരു മയം കാണിച്ചില്ല. ഇതെന്തിനാണ് എനിക്ക് വെച്ച് ഫോണ് ഇതിക്കൊരു 10 മെച്ചി 2-3 മിസ് കോൾ ഇട്ടേ. എക്സാം ആണേ. ഇതുണ്ടോ 8:13 നമ്പർ ഇടല്ലേ? ഇല്ല ഒന്നും ഇല്ലതാ. ഇമ്മച്ചി മിസ് കോൾ കണ്ടോ? 4 മിസ് കോളും വെച്ചി. ആ മിസ് കോൾ അടിച്ചിട്ട് ഞാൻ ഇതൊന്നും കെട്ടിയില്ല കേട്ടോ. ഈ മിസ് കോൾ അടിച്ചൊന്നും കെട്ടിയില്ല. ഞാൻ ഇമ്മച്ചി വന്നിട്ട് ഇത് എന്തിനാണ് എനിക്ക് ചോദിച്ചു, പോണ്ട പരീക്ഷയ്ക്ക് ചോദിച്ചു. ഞാൻ ഇങ്ങനെ നോക്കി, ആ പോണം. 8 മണി ചോദിച്ചോട്. 8 മണിയായിരുന്നു. എന്നിട്ട് ഓ ഇതിലെ പായ അതിലപ്പോ നിക്കല്ല. എന്താ കാട്ടാൻ കണ്ടിക്കണോ? എന്നിട്ട് എക്സാമിന് എത്തിയോ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഞാനും ഉറങ്ങിക്കളെങ്കിൽ എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല എക്സാമിന് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റി. അപ്പൊ നിങ്ങളും കൂടി ഇറങ്ങിക്കണമെങ്കിൽ ഇന്ന് ഒരു അടുത്ത പരീക്ഷ എക്സാമിന് എഴുതിയിരിക്കേണ്ടി പുടുത്ത പറ്റീനി. അത് ഞാൻ പണിക്കലറം വെച്ച് ഇപ്പൊ എന്റെ ഒപ്പം പോവാന്. അപ്പൊ ഇതിനിപ്പം പോയിക്കണ് അല്ലേ? പോയില്ലേ? ഞാൻ പോയി കാണാനല്ല. അപ്പൊ ഇതിനെ ഓടി രക്ഷപ്പെട്ടു. ഇത് നിഹാൽ ഉമ്മച്ചിക്ക് ഗിഫ്റ്റ് തന്നാട്ടോ. നിഹാൽ എടുത്തു. നിഹാൽ പൊന്നാനി നൽകിയ ഒരു സമ്മാനം ഉമ്മച്ചിക്ക്. നല്ല ബ്ലാക്ക് ഡ്രസ് ഇട്ടാ. ഉമ്മച്ചിക്ക് ഇല്ലാത്ത കളറ്. അഫീഫെ അത് നല്ല ദേഷ്യം ഉണ്ടോ ബില്ലിനോട്? ഇങ്ങനെ അടിക്കലും മോളിക്ക്. ആ ഇത് ആയിഷമാത്താക്ക് നിഹാലിന്റെ വകട്ടാ. അടുത്ത നൽമ്പൂർപ്പാട്ടിന് ആയിഷമാത്താക്ക് ഇട്ട് പോകാനുള്ള സാധനം എടുത്ത് കൊടുത്തിട്ടുണ്ടാ. ഇന്റത് ഇപ്രാവശ്യം സാധനങ്ങളല്ല. അല്ല തരും. ഞാൻ വിചാരിച്ച എന്താ വെച്ചാല് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരാളെ പിരിപ്പിച്ചാണ്ട് സൽമാൻ എന്നാലും പിരിപ്പിച്ചു. അന്നെ മാനം കെടുത്താതൊക്കെ ശ്രമിച്ചോ. ഞാൻ കിട്ടിയ സ്ക്രീൻഷോട്ട് ഇടും. വൈകുന്നേരം അയച്ചു. അതല്ല സ്ക്രീൻഷോട്ട് ഇടും. എല്ലാരും കാണും. ഓക്കെ ഇല്ല അയച്ചു. അതല്ല പൂജ്യം കൂടിയിട്ടില്ലെങ്കിൽ അനക്കന്നെ മാനക്കല്ല. പൂജ്യം കൂട്ടിയിട്ടിടും. അപ്പൊ സ്ക്രീൻഷോട്ട് ഇടാം. അപ്പം പേടിപ്പിച്ച് സ്റ്റക്കായി. അപ്പൊ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും പൈസ കൊടുത്ത് പിരിപ്പിച്ച റാദർ ദാൻ ഗിവിംഗ് സം ഗിഫ്റ്റ്സ് ഐ ആം പ്ലാനിങ് ടു ഗിവ് എവറിബഡി മണി ബിക്കോസ് ദേ ക്യാൻ ബൈ ദ തിങ് ദാറ്റ് ദേ വാണ്ട് ടു ബൈ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ കൊടുത്ത സാധനം ഞാൻ കൊടുത്ത് നിർവൃതി അടഞ്ഞ് പോകണ്ടല്ലോ. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പൈസ കൊണ്ട് വാങ്ങാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും പൈസ ആയിട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യം. അതിൽ എൻ്റെതും വരാണ്ട് കേട്ടോ, എല്ലായിടത്തും വരാണ്ട്. ഞാൻ വിചാരിച്ചല്ലോ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്തില്ല, പിന്നെ നടക്കില്ല. ഇല്ലേ ഇന്ന് കിട്ടിപ്പോ ഒരു ഡ്രസ്സ് കിട്ടിപ്പോ 4 കൂട്ടം ഡ്രസ്സ് ഇട്ടിക്കണ്. പൈസ കൊടുക്കും.
പൂജ്യം കൂട്ടി തന്നെ കൊടുക്കും. അപ്പൊ എന്തായാലും ഇതെന്താപ്പാ ഇത് ഇന്നലെ എനിക്ക് സമ്മാനം കിട്ടി. ആനക്കാര്യത്തിൻ്റെ അടി കൂടെ ഇത് വായിച്ചേ, ടാൾ റോപ്പ്. അപ്രതീക്ഷിതമായിട്ടാണ് ഇവരെ പരിപാടിയിൽ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. സ്കൂളിൽ ഞാനിങ്ങനെ വർക്കുകൾ ഇന്നലെ ലാസ്റ്റ് വർക്ക് ചെയ്യേണ്ട ആയതുകൊണ്ട് അവസാനത്തെ ഓരോ മിനിറ്റ് പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാൾ കയറി, ഒന്ന് എൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ്, വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു മെഹന്തി മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഈ ടാൾ റോപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ. ആ സാറൊന്ന് വന്നിട്ട് അവർക്കൊന്ന് ഒരു ചെറിയൊരു ആശംസ ഈദ് സന്ദേശം കൈമാറണം, കൂട്ടത്തിൽ അവർക്ക് സമ്മാനം കൊടുക്കണമെന്നാണ്. ഞാൻ സന്തോഷത്തോട് സ്വീകരിച്ചു, കാരണം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും കിട്ടുമ്പോൾ സ്വീകരിക്കും. ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ പിന്നെ വിളയിക്കേണ്ട മണ്ണാണ് ഭൂമി. പിന്നെ ഒരവസരമാണ് ഇപ്പോൾ. ഒരു വിഭാഗത്തിൻ്റെ ഹോളി ആഘോഷം നടക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ ടാർപോളിൻ വിട്ട് മൂടേണ്ട ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു വിശാല മനസ്കത അതിന് വേണം. അപ്പോൾ അതിന് ഏറ്റവും ഉതകുന്നൊരു കാര്യമാണ്. ഇന്നലെ അവിടെ മൈലാഞ്ചി അണിയിച്ച ആളുകളും അണിയിക്കപ്പെട്ട ആളുകളൊക്കെ അവിടെ ഒരു മതത്തിൻ്റെ ഒരു വേർതിരിവില്ല, എല്ലാവരും അതിൽ പങ്കാളികളായിട്ട്, ഭേദമന്യേ എല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. ഇവരുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചതാണ് എങ്കിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, നമ്മുടെ ഒത്തുചേരലുകൾ ഇന്ന് നമ്മുടെ നാടിന് ആവശ്യമാണ് എന്നൊരു മെസ്സേജ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം. താങ്ക് യു പച്ചി ഫോർ ദ വണ്ടർഫുൾ വേർഡ്സ്. കൊടുത്തില്ലേ? പെരുന്നാ പൈസ കിട്ടിയോ കോയക്കുട്ടിയൊക്കെ? കിട്ടി. അപ്പൊ കോയക്കുട്ടിയാക്കാനെ പിരിപ്പിച്ചു. സംസുഖാക്ക പെരുന്നാ പൈസ കിട്ടിയോ? സംസുഖാക്കാനെ പിരിപ്പിച്ചു. ഇന്ന് പിരിപ്പിച്ചതാണ് എൻ്റെ എല്ലാവരും പിരിപ്പിച്ച. സൽമാനെ പിരിപ്പിച്ചിരിക്കണം, ഇനി ഇവലൊക്കെ പിരിപ്പിച്ചുള്ളതാണ്. അപ്പൊ പിരിപ്പിക്കാൻ തുടങ്ങണുള്ളൂ ഞാൻ. അപ്പൊ എന്തായാലും അഫി ആയിക്കോട്ടെ. അപ്പൊ അഫി എന്തായാലും സ്കൂളിൽ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം ഇനി എൻ്റെ ബ്ലോഗാണ് ഇവിടെ ആൾക്കാർ നോക്കി കാണുക. എൻ്റെ ചാനലിൽ വരുന്നത് മര്യാദയ്ക്ക് എടുക്കുക, പോസ്റ്റ് ചെയ്യുക. ഓക്കെ, പണി എടുത്തു പോവാ. ആ ഡാഡിയെ സലാം. ഇപ്പറങ്ങും. ഞാൻ ഈച്ചു ഒക്കെയാണ് പോകുന്നത്. പിന്നെ കൊന്നുണ്ട്. പിന്നെ എല്ലാരും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഇല്ലല്ല, കൊന്നൊക്കെ റിട്ടേൺ പോരും. ഓക്കെ ഡാഡി. ഓക്കെ അസ്ലാം. അതിന്റെ ഉൽപ്പം എന്താ? ഡാഡിക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കൊന്നക്കലാണ് വാസിലിന്റെ ഉൽപ്പട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചേ കൊന്നുണ്ടോ ട്രസ്റ്റ് ആണ് ഡാഡിക്ക്. കൊന്നുണ്ടെങ്കിൽ എവിടേക്കും പോവാന്നുള്ള ആ ഒരു ഗ്യാരണ്ടിയിലാണ്. കൊന്ന നമ്മളെ മെയിൻ നേതാവട്ടോ. ഡാഡി അങ്ങനെ എന്നെ വിളിക്കാം. അപ്പൊ ലഹരി വിരുദ്ധ ക്ലാസ്സിനെതിരെ ഇവിടെ പോണ്ട്. 2 കോച്ചൊക്കെ അടിച്ച് ലഹരി വിരുദ്ധ ക്ലാസ്സിനെതിരെ പോണ ആളെ പഴയ ഒരു വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ലഹരി വിരുദ്ധക്കാർ നീങ്ങാണ്. ബാങ്ക് കൊടുക്കണം, വേഗം വിട്ടോളി. കൂട്ടണം ബാ. അപ്പം ഇനി ബാക്കിയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം. മിക്കവാറും പാക്കിങ്ങിൻ്റെ ശേഷം ഈ സാധനം വരിക കേട്ടോ. ഇത് ആദ്യം വരിക, ഇത് അന്ത്യത്തിലാവും വരിക. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സൽമാൻ പെട്ടിയെടുത്തു, നിഹാല് പെട്ടിയെടുത്തു, നിഹാലും പോരുന്നുണ്ട്, ജിംഷ പെട്ടിയെടുത്തു, അടക്കി പെട്ടിയെടുത്തു. അമ്മേ ഇനി ഞങ്ങൾ ആകെ ഇല്ലാതെയോ. ഞാനും അഫി കുറച്ച് ദിവസം അല്ല ഓൻ വരാറില്ല. എന്നാ പിന്നെ ഒന്നും ആലോചിച്ചല്ല. വീട്. ആ ബൈ ബൈ. ബൈ ബൈ ബൈ. പോയി വരൂ. പൊക്കോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ജസ്റ്റ് പാക്ക് ചെയ്ത സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു ഷൂ, ടാഗ് പൊട്ടിക്കാത്തൊരു ഷൂ, 2-3 ട്രൗസർ, പിന്നെ എൻ്റെ ജീന്, പിന്നെ എൻ്റെ ഒരു ഷർട്ട്, പെരുന്നാൾക്ക് ഇടാനുള്ള ഷർട്ട്. ഇത് പോരല്ലോ. ദുബായിന്ന് കുക്കറാ? മന്തിണ്ടാക്കാനാ? അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ പോരെ? അത് വാങ്ങാം. മനസ്സിലായി മദർ വേൾഡ്. പിന്നെ ഒരു ട്രാക്ക്, ഒരു ഹുഡീസ്, ഒരു ടീഷർട്ട്,
ഒരു ഷർട്ട് 3 പെയർ സോക്സ് 1 2 3 പെയർ ജീന് 6 ദിവസം. ബാക്കിയുള്ള 3-4 ദിവസം പുറത്തേക്ക് ഇറങ്ങണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസം അവിടെ കിടന്നുറങ്ങും. ഞാൻ കാര്യമായിട്ട് കിടന്നുറങ്ങാൻ പോണത് ദുബായ് കേട്ടോ. പിന്നെ ഹെഡ് റെസ്റ്റ് പിന്നെയുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല. എയർപോർട്ട്സ് ഇത് നിയാലിൻ്റെ അല്ലേ? ഇത് ഇട്ടാണ് ഇങ്ങനെ പോണത്. ഇത് നിയാലിന് കൊടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ മേലെ നോക്കാം. പേരൻ്റെ അല്ലേ? അതിനാളെ വെച്ചോളൂ, ഞാൻ പൈസ തരാം. എന്തും ചെയ്യാം. മേലക്കോ വാ. പ്രമുഖ പാട്ടുകാർ, പാടി തകർക്കാനുള്ള പ്രമുഖ സിംഗേഴ്സ് തൻവീർ മിർസയും KP അവർകളും. ഇത് ഫുള്ള് ഡ്രസ്സാ? ഒരു ചാക്കിൽ ഫുള്ള് ഡ്രസ്സ്, സൈസ് കുറഞ്ഞ ഡ്രസ്സുകൾ ഫുള്ള് അതിൽ വെച്ചിട്ടുണ്ടാ. എന്തായി ഒരുക്കങ്ങൾ? കിട്ടി. ഇതാരെ വേഗ ഐസ്ക്രീം കൂട്ടിച്ച പോലെ. ഈച്ചുൻ്റെ നിറഞ്ഞോ? ഒന്ന് കാണിക്കാൻ പറ്റും എന്തൊക്കെ ഉണ്ട്? ഒന്ന് തുറന്ന് കാണിച്ചാൽ 23 കിലോ ഉണ്ട്. 30 കിലോ ഉണ്ട്. എത്ര ലഗേജ്? എനിക്ക് അവിടുന്ന് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുന്നു. ഒരു ദിവസം ഒരു ഡ്രസ്സ് എടുത്തോ, അതിൻ്റെ ഉള്ളിടാനുള്ള എടുത്തോ അവിടുന്ന്. എന്താ ഏതാ? ആള് മാറി എഴുതി പിടിച്ചിട്ടോ. അടിഞ്ഞിട്ടിക്കാട് നെഞ്ചത്ത് ഒട്ടിച്ചാണ്ടാ പോണത്. തുറക്ക്. ഓ, ഇതാണ് എൻ്റെ ബാഗ്. ഐ മിസ് ദിസ് ബാഗ്. ട്രാവലിംഗ് വിത്ത് ദിസ് ബാഗ്. ഈ ബാഗിലാകുമ്പോൾ എല്ലാം ഉണ്ട്. എൻ്റെ ബാഗിലൊന്നും ഒന്നുമില്ല. ടൂത്ത് ബ്രഷ് ഇല്ല, നമ്മളെ സ്കിൻ കെയർ കിറ്റ് ഇതൊന്ന് ഹൽഫായി വാങ്ങി തന്നാണ്. പിന്നെ ബെൽറ്റ്, ഇവിടെ നമുക്കൊരു ഷൂ വരുന്നുണ്ട്. ഇവിടെ ചെരുപ്പാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പച്ചക്കാലമല്ല പോണേ. ഓ, ഈ സാധനം അങ്ങനെയൊന്നും പോകണ്ടോ, വെറുതെ ഏറ്റണ്ട. ഒറ്റ ഷൂ എടുത്തോ, എടുത്തിട്ടോ. ആദ്യമായിട്ട് പുറത്ത് പോവാ. അത് ചളിയായിക്കോട്ടെ, എന്നാലും എന്താ അവിടെ തുടച്ചാൽ പോരെ. വണ്ടീൻ്റെ ടയർ കൊടുക്കണ വരെയാണ് ഷൂ. അതെന്തായാലും നിലത്ത് കൂടെ ഓടാല്ല. കാറിലിരിക്കുമ്പോൾ തന്നെ പകുതി ഇതിന്റെ കളർ പോകും. ഇല്ല, പോകുന്നില്ല. അടുത്തോ. അപ്പം ഇറ്റ്സ് ഫുള്ളി പാക്ക്ഡ് ആട്ടോ. മാസീവ് പാക്കിംഗ്. ജേഴ്സി, ട്രൗസർ, ജാക്കറ്റ്, ഒരു ലോഡ് ഡ്രസ്സ്, ടീഷർട്ട് കണ്ടോ? എന്ത് പെരുന്നാക്കണേ. ഒരു ലോഡ് ടീഷർട്ട് എടുത്ത് കണ്ടിച്ചു. വേണ്ട, എടുത്താ ആവശ്യം ഉണ്ടാവോ നോക്കിയാൽ മതി. ഇതെടുത്ത് ഒഴിവാക്കിക്കോ. ഇത് നമുക്ക് ആവശ്യം വരില്ല, ഒരിക്കലും ആവശ്യം വരില്ല. അപ്പൊ മറ്റേതോ ആദ്യട്ടെ ഒഴിവാക്കിയാലോ? ഒഴിവാക്കണ്ട. പക്ഷെ അതാ മറ്റേ രസം. വന്നല്ല പോവാ. പാട്ടിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? പാട്ടിന്റെ ഒരുക്കങ്ങൾ കട്ട് കഴിഞ്ഞു. അവസാന ഘട്ടങ്ങളിൽ പാട്ട് ഒരുക്കിക്കൊണ്ടിരിക്കണ്ട. നമ്മളെ സൽമാനിച്ച ഡയറക്ടർ ചതിച്ചു. നല്ല സോങ് ധരിച്ച മിസ്സിനി മിച്ചി. ഡയറക്ടർ ചതിച്ചു. അനക്കോക്കെ ആയിട്ട് തോന്നിട്ടാ പാട്ട്? ഞാനും ലീവിന് പോവാ, നിങ്ങള് ലീവിന് പോവാ. സ്പ്രേ കുപ്പിയിൽ എന്തൊക്കെയോ നടത്തി കടത്താൻ ശ്രമിക്കുന്ന ഇതാണ് നമ്മളെ നേതാവ് ട്ടാ. ഒരുപാട് ആൾക്കാർ നേതാവിനെ ചോദിച്ചിനി. നേതാവ് എന്ത് ചെയ്തു? ഇത്രയും ദിവസം വരാതെ കറക്റ്റ് ഇന്നാണ് വന്നു. ഞങ്ങൾ പോണ കാലെത്തി. ഇവർക്കൊക്കെ മുമ്പ് എൻ്റെ മുന്നിൽ വന്നത് ആരാ? നീയാണ്. എൻ്റെ ഫൂക്കി, എൻ്റെ അജു, AJP ആണ്. AJP അല്ല, അലിൻ ജോസ് പേരല്ല, AJP അജുവത്. ഫൂക്കി മറ്റേതില്ലേ, എന്താ പറയാ, മാലിക്കിന് എന്താ പറയാ, അവൻ വിളയിച്ച മണ്ണിലടാ നീയൊക്കെ. എന്താണ് അവൻ വിത്തിട്ട മണ്ണിലാണ് നിങ്ങളൊക്കെ കാലുത്തി നടക്കണെന്നാണ് കേട്ടോ ഫൂക്കിക്ക് പറയാ.
നിങ്ങളവിടെ പോയാൽ നമ്മളൊക്കെ മറക്കുമോ? ഇല്ല, ഇജാണ് ഞങ്ങളെ മറന്നത്. ബാംഗ്ലൂരിൽ പബ്ബുകളും പാർട്ടികളും കിട്ടിയപ്പോ ഞങ്ങളെ മറന്നു. അവിടെ ജീവിച്ചു പോണ്ട് പള്ളിയിൽ പോയിട്ടും അത്താഴം കഴിച്ചിട്ട് ബാംഗ്ലൂരിൽ അജുണ്ട് ആകെ പള്ളിയിൽ പോകാനാണ് ബാംഗ്ലൂരിൽ പോയി ജോയിൻ ചെയ്തത്. ബാംഗ്ലൂർ കർണാടക പള്ളികളിലെ കുത്തുബ കേൾക്കാൻ ഉണ്ണയി കാർപ്പത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ലാംഗ്വേജിലുള്ള രണ്ട് കന്നഡിക കുത്തുബ പറഞ്ഞ കർണാടക കുത്തുബ നിങ്ങൾ ദുബായി പോയിട്ട് കാസർഗോഡ് ഇച്ചമാരെ റീൽ ചെയ്യേണ്ടി പറഞ്ഞു എല്ലാവരും ചെയ്യും. വരി. അപ്പം ഇതാണ് AJV കേട്ടോ. AJVനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇനി അജുവത് ഫൂക്കിനെ ഞാൻ കൊണ്ടുവരത്തല്ല കേട്ടോ. ഞാനൊരാളെയും വ്ളോഗിൽ നാട്ടിലില്ല. വ്ളോഗിൽ നിന്ന് പോണോലൊക്കെ സ്വയം പോണോലാണ് കേട്ടാ. കമന്റിൽ ചോദിക്കണോളോട് എനിക്ക് പറയല്ലേ നിഹാൽക്ക് എവിടെ അജുവത് എവിടെ എന്ന് പറഞ്ഞ് ചോദിക്കാണ്. ഞാൻ ആരും ഇവിടെ നാട്ടിവിടെ ഞാൻ 100 വട്ടം വിളിക്കും ഇങ്ങോട്ട് വന്നോളി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. വരാത്തോല് ഇവിടുന്ന് പോണോലാണ്. AJV അങ്ങനെ പോയതാട്ടോ. AJV കോളേജ് ഒരു വർഷം കൂടി കഴിഞ്ഞു. പിന്നെ ഫുൾ ആക്റ്റീവ് ഇവിടെ. പിന്നെ പണിയൊന്നും ഇല്ലാതെ പിന്നെ ഒരു പണി ഇല്ലാതല്ല പണി ഉണ്ടാവും. പിന്നെ അവിടെ ഉണ്ടാവും. പിന്നെ സപ്ലൈ ചെയ്യുന്നവരെ അവിടെ ഉണ്ടാവും. മാത്രം പോത്രേ. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ചാനൽ 200 കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് മധുരം വാങ്ങി ഞാൻ. എന്താ നോമ്പായോണ്ട് ഇങ്ങനെ മധുരം തരാൻ പറ്റുള്ളൂ. തിന്നണ്ട, ഇത് വാങ്ങുക എന്നിട്ട് തീക്കാനെ വിടുക. കാരണം എല്ലാവർക്കും കൊടുക്കണം, നോമ്പല്ലേ. അപ്പൊ നമ്മള് പ്രതീകാത്മകമായിട്ട് എന്ത് ചെയ്യണം, ആഘോഷിക്കണം. നോമ്പ് അപ്പൊ നമ്മള് ചാനൽ 200 അയക്കണം. അപ്പൊ പ്രേക്ഷകർ ഇത് എല്ലാവർക്കും കൈമാറണ്ടേ, അതിന് വേണ്ടിട്ടാണ് ഇത്. ഇച്ച് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി എനക്ക് വേറൊരു സാധനം എന്റെ റൂം കാട്ടണ്ട, ചാത്തപ്പ എന്റെ റൂം ഞാനിങ്ങേ ഒരാളെ വെച്ച് നന്നാക്കിപ്പിക്കാൻ പോവാണ്. കാരണം ഫുൾ അലമ്പാണ് വീട്. അലമ്പ് എന്ന് പറഞ്ഞാൽ വൻ അലമ്പായിക്കണം. പിന്നെന്താ പറയുക, ആരും കുറ്റം പറയാൻ പറ്റില്ല. ആരും ഇവിടെ നന്നാക്കലില്ല. അവിടെ നന്നാക്കി ജീവിക്കല് ജിമ്മിയാണ് ഇന്നലെ ഈ റാക്കൊക്കെ ഒന്ന് നന്നാക്കിയത്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇമ്മച്ചിനോട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നന്നാക്കാൻ വരരുത്. കാരണം ഞങ്ങളാക്കി വെച്ച അലമ്പിന് എന്തിനും ഇമ്മച്ചി വാങ്ങാൻ കഷ്ടപ്പെടണം. ഞാൻ പറയും ഇമ്മച്ചി നന്നാക്കരുത്. വേറെ ആളെ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് അവരോട് നന്നാക്കിപ്പിച്ചിട്ട് അവർക്ക് എന്താ വെച്ചാൽ പൈസ കൊടുക്കാറെന്ന് വെച്ചേക്കണം. അപ്പം ഇവിടെ നന്നാക്കാൻ ആൾ വരും, അവിടെ നന്നാക്കാനൊക്കെ ആൾ വരും കേട്ടോ. അപ്പോൾ അതാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാ. മൈക്ക് ഇറങ്ങിയല്ലേ. ഇത് ഈച്ചുവിൻ്റെ പെട്ടി, ഇത് ഫാത്തിമൻ്റെ പെട്ടി, ഇത് നിഹാലിൻ്റെ പെട്ടി. ഞാൻ അങ്ങനെ ഉള്ളൂ. ഇനി ഇതായിരുതാ, ഇത് കേപ്പിൻ്റെ അല്ലേ. ഈ പെട്ടി എന്ത് ചെയ്തു, റിച്ചു വന്നാണ്ട് കേപ്പിക്ക് ഗൾഫിൽ പോകാനുള്ള പെട്ടിയാട്ടാ. റിച്ചു വന്ന് ലോക്കിട്ട് പോയി. അവിടുത്തെ ഇനി മേടി പൊളിച്ചിട്ട് വേണ്ടി വരും. കട്ട കൊടുത്താൽ മതി ഇവിടെ. ഫസ്റ്റ് ഫ്ലൈറ്റാ മൂക്കല് പഞ്ഞി വെക്കണം, ഞാനും കണ്ടതാണ്. ഇല്ലെങ്കിൽ സീനാവും. കേപ്പിന്റെ പെട്ടി ലോക്കായിട്ടോ. പാസ്പോർട്ടൊക്കെ കയ്യിലാന്നാ പറഞ്ഞേ. സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ഞാൻ ഇറങ്ങി, സൽമ ഇറങ്ങി, നിയാൽ ഇറങ്ങി, ഫാത്തിമ ഇറങ്ങി. അജുത് വരില്ലേ? എന്റെ പാസ്പോർട്ട് എവിടെ? എന്റെ പാസ്പോർട്ട് എവിടെ? പാസ്പോർട്ട് മതി. പാസ്പോർട്ട് മതി. ഇറങ്ങ്, കേറ്. വിസ പ്രിന്റ് എടുക്കാം. ഷാനുവിന്റെ അവിടെ നിന്ന് എടുക്കാം. ഈ വണ്ടി സ്റ്റാർട്ട് ആയിക്കോ. ഞാൻ ഓട്ടല്ലേ വണ്ടി. കുട്ടിയൊക്കെ അസ്സലാമു അലൈക്കും. പോയരാ ഇൻഷാല്ലാ. വേഗം വരും. 6 ദിവസം. അത്രേ ഉള്ളൂ. പോയരാ പോട്ടെ. നേരം കൊണ്ട് വരും. പോരാ.
പോട്ടെ. കുക്കർ മാഷാല്ലാ. കുക്കർ എല്ലാരും അനുവിന് ഒരു കുക്കർ. വണ്ടി കഴിക്കില്ല, അതാണ് ഒരു ആകെ സങ്കടം. ഇല്ലാതെ പോകാൻ പറ്റില്ല. ആ ജിംഷാന്റെ വണ്ടിന്റെ ചാവി ഇത് കൊടുത്താ മോതിരം ഇടാതെ ടൈറ്റ് ആവോ എടാ? ഫയർഫോഴ്സിനെ കിട്ടൂല. എന്താ നിക്കണ്ടോ? ഒന്ന് സോപ്പിട്ട് പിടിക്കണേ. ഫയർഫോഴ്സ് അവിടെ ഉണ്ടാവൂലേ? ഫയർഫോഴ്സ് ഒക്കെ നിന്റെ മെറ്റൽ വാച്ച് എടുത്താ? ആഴ്ചമാത്ത വാച്ച് എടുത്തണ് പോട്ടോ. ഞാൻ മെച്ചിനോട് പറഞ്ഞേ പോയരാ. അസ്സലാമു അലൈക്കും. എന്താ കൊണ്ടുവരണ്ടേ? എന്തേലും കൊടുത്താൽ മതി. മുട്ടായി കൊണ്ടുവരണോ? ഞാൻ പോണില്ല. കുറച്ചാൾക്കാർ പോകുന്നുണ്ട്, കുറച്ചാൾക്കാർ പോണില്ല. കയറിക്കോളി, വണ്ടി കയറിക്കോളി. എനിക്കത് എഡിറ്റ് ചെയ്യാനും വയ്ക്കൂല, അതൊക്കെ അങ്ങനെ വിടേണ്ടി വരും. വണ്ടിമര ഷൂ വെച്ചേ വേണ്ട, ഞാൻ എടുക്കാം. അഞ്ഞ ഓട്ടാൻ കിട്ടൂലല്ലോ. ഉദയ് കയറിക്കോളി. ഇതൊക്കെ ആരടാ ഇവിടെ ഇങ്ങനെ സ്ക്രാച്ച് ആക്കി മീറ്റർ ബോർഡ്? പോവല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. ഇൻഷാല്ലാ പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ പോകണ വഴിക്ക് കാണാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വ്ളോഗ്സ്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ് ഫോർ ദിസ് ഹോൾ മന്ത്, ഇൻ ദിസ് ഹോളി മന്ത്. അപ്പം എന്തായാലും ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. ഇറ്റ്സ് എൻ എമോഷണൽ moment for me. I want to thank you for believing in me. I want to thank you for supporting me. I want to thank you for loving me. അപ്പം എന്തായാലും പോയരാ. ഇൻഷാല്ലാ പോയിട്ട് കാണാൻ പറ്റും. പോയിട്ടോ? പോയരാ. പോയിട്ടോ കയറുമത്തെ. അപ്പോൾ see you guys. Bye bye.